പത്തനംതിട്ടയിലെ കിണറ്റിൽ കടുവയെ പുറത്തെത്തിക്കാൻ ശ്രമം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട്. ഏത് വലിയ കടുവയാണെങ്കിലും കിണറ്റിൽ വീണാൽ തീർന്നില്ലേ? ചിറ്റാർ വയ്യാറ്റുപുഴയിലെ വീട്ടിൽ പുരയിടത്തിലെ കിണറ്റിലാണ് കടുവ വീണത്. പ്രവീൺ പുരുഷോത്തമൻ സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ, എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. കടുവയെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ്. എങ്ങനെ എത്തിക്കും പ്രവീൺ? അതെ അരുൺ, അത് ഏറെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. പത്തനംതിട്ട വയ്യാറ്റുപുഴയ്ക്ക് സമീപം വില്ലൂന്നിപ്പാറ എന്ന സ്ഥലത്ത് ഒരു പുരയിടത്തിലെ കിണറ്റിലാണ് കടുവ അകപ്പെട്ടത്. ഇപ്പോൾ വനപാലകർ എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യത്തിൽ കാണാം. ഈ കിണറിന്റെ മുകൾ വശം അത് വലിയ ആസ്ബറ്റോസ് ഷീറ്റും ഒപ്പം തന്നെ വലയും ഉപയോഗിച്ച് മറച്ചിട്ടുണ്ട്. വലിയ ഭാരമുള്ള കല്ലുകൾ ഈ വലയുടെ ഇരുവശത്തുമായി വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മരക്കഷ്ണങ്ങളും വെച്ചിട്ടുണ്ട്. ഇത് ഒരു 7 മീറ്ററോളം താഴ്ചയുള്ള കിണറാണ്. 5 അടിയോളം വെള്ളം ഇവിടെയുണ്ട്. ഇതൊരു ജനവാസ മേഖലയാണ്. ഇതിന് പരിസരത്ത് തന്നെ ഏകദേശം ഒരു 1 കിലോമീറ്ററിനപ്പുറത്ത് വനമേഖലയാണ്. പുലർച്ചെ 3 മണിയോടുകൂടി ഈ വീട്ടിൽ താമസിക്കുന്ന ആൾ മുരൾച്ച കേട്ടു. അങ്ങനെ സംശയം തോന്നി പുറത്തിറങ്ങിയപ്പോഴാണ് കിണറ്റിൽ കടുവ കിടക്കുന്നതായി കണ്ടത്. ഉടൻ തന്നെ വനപാലകരെ വിവരം അറിയിച്ചു. ഇപ്പോൾ ധാരാളം ആളുകൾ ഈ വിവരം അറിഞ്ഞ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വനപാലകർ ഇപ്പോൾ ഈ വലയൊക്കെ കിണറിന് മുകളിൽ ഇട്ട് മൂടി ഈ കടുവയെ പരിക്കൊന്നും ഏൽക്കാതെ തന്നെ മുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിൽ കൂടിയാണ്. ഇപ്പോൾ വീട്ടുകാരും നമ്മോടൊപ്പമുണ്ട്. ഇത് എപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്? എപ്പോഴാണ് അമ്മയെ ശ്രദ്ധയിൽപ്പെട്ടത്? എപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്? 5 മണിക്ക് രാത്രിയാകുമ്പോൾ 2 മണി ഒക്കെ ഇപ്പം ഇറങ്ങി വെച്ചു. ഞാൻ കയറി കിടന്നുറങ്ങി. പിന്നെ അത് കഴിഞ്ഞാൽ 5 മണിക്കാണ് കേട്ടത് സൗണ്ട്. അരമർച്ചയും കേട്ടു. അങ്ങനെ അങ്ങ് നോക്കിയത്. ഉടൻ തന്നെ വനപാലകരെ വിവരം അറിയിച്ചു. വനപാലകരെ അറിയിച്ചു. ഇവിടെ നേരത്തെ കാട്ടാനയുടെയൊക്കെ ശല്യമുണ്ടെന്ന് പറയുന്നു. ഈ കടുവ ഇറങ്ങുന്നത് ആദ്യമായിട്ടാണ്? അല്ലല്ല, കടുവയുണ്ട്, പുലിയുണ്ട്, കാട്ടാനയുണ്ട്, എല്ലാ മൃഗങ്ങളുടെ ശല്യം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അത് ഞങ്ങൾ അധികൃതരെല്ലാം അറിയിക്കാറുമുണ്ട്. എല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. അരുൺ, ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടി നമ്മോടൊപ്പമുണ്ട്. ഇതിപ്പോൾ വനപാലകർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കടുവയെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ജനങ്ങൾക്ക് അല്പം ആശങ്കയുണ്ടല്ലേ? ജനങ്ങൾക്ക് കടുവയെ കണ്ടതിൻ്റെ ആശങ്കയുണ്ട് അവർക്ക്. പക്ഷെ നേരത്തെ ഇത് അവർ കടുവ ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാമായിരുന്നു. ഇവിടെ പുലിയും ആനയുടെയൊക്കെ ശല്യം ഉണ്ടെന്ന് ഇവർ നമ്മളെ അറിയിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നാണ് നമുക്ക് ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായത്. ഏതായാലും ജനപ്രതിനിധികൾ കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അരുൺ, ഇത് ഒരു ജനവാസ മേഖല കൂടിയാണ്. അടുത്തടുത്ത് വീടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം വലിയ ആശങ്കയിൽ കൂടിയാണ്. ഇപ്പോൾ വനപാലകരും ഇവിടെയുണ്ട്. ഇപ്പോൾ എത്ര സമയം എടുക്കും ഇതിനെ പുറത്തേക്ക് എത്തിക്കാൻ? ഒരു 3-4 മണിക്കൂറിന് ശേഷം മാത്രമേ എടുക്കത്തുള്ളൂ. അതായത് ഡോക്ടർമാർ വരണം. പിന്നെ അത് മേൽജോസൻ ഡോക്ടർമാരും റാന്നി DFO ഉടൻ തന്നെ സ്ഥലത്തെത്തുന്നതാണ്. അപ്പോൾ അവർ വന്നതിന് ശേഷം അവരുടെ തീരുമാനം അനുസരിച്ച് ഇതിനെ പുറത്തെത്തിക്കുന്നതാണ്, മയക്കുവെടി വെച്ച് പുറത്തെത്തിക്കുന്നതാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് കിണറ്റിലെ വെള്ളം പറ്റിക്കാനായിട്ട് വരും. അപ്പോൾ എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ചെയ്തതിന് ശേഷം മാത്രമേ കടുവയെ പുറത്തെത്തിക്കത്തുള്ളൂ. ഒരു 3 മണിക്കൂറിലധികം സമയം എടുക്കും. 3 മണിക്കൂറിലും സമയം എടുക്കും. എന്തെങ്കിലും കടുവയ്ക്ക് എന്തെങ്കിലും പരിക്കുള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ഇപ്പം പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റത്തില്ല. കിണറിനകത്തായതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും കണ്ടിട്ടില്ല. പരിക്കൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. എത്ര പ്രായം കാണും? ഒരു 8 വയസ്സോളം ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. എത്ര ദൂരെയാണ് വനമേഖല? വനമേഖല ഇവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്ററിനകത്തുള്ള വനമേഖലയാണുള്ളത്. ഇതിന് മുമ്പ് നാട്ടുകാർ പറയുന്നു വന്യമൃഗങ്ങളുടെ ശല്യം ഏറെയുള്ള ഒരു സ്ഥലം കൂടിയാണെന്ന്. കടുവയുടെ സാന്നിധ്യമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ നേരത്തെ? ഇല്ല, നമ്മൾ ഈ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ആരും അറിയിച്ചിട്ടില്ല. മറ്റേ ആനയുടെയൊക്കെ സാന്നിധ്യമുണ്ട്, എന്നാൽ കടുവയുടെ സാന്നിധ്യം കണ്ടിട്ടില്ല. അരുൺ, നമുക്ക് ആ ദൃശ്യം ഒരിക്കൽ കൂടി കാണാം. ഇതാണ് കിണർ. 5 അടിയോളം വെള്ളം ഇപ്പോൾ തന്നെ ഇതിനകത്തുണ്ട്. കടുവയുടെ മുരൾച്ചയെ നമുക്ക് കേൾക്കാം. ജനങ്ങളൊക്കെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. ഏതായാലും കടുവയെ വലിയ പരിക്കൊന്നുമില്ലാതെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ വനപാലകർ നടത്തുന്നത്. അതിൻ്റെ പ്രാഥമിക ഒരു ശ്രമം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ വല ഈ കിണറിന്റെ മുകൾ വശത്ത് ഇട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ വലിയ മരക്കഷ്ണങ്ങളും ഇതിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപകടകാരിയാണ്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് മുന്നറിയിപ്പും വനപാലകർ നൽകുന്നുണ്ട്. കാരണം ധാരാളം ആളുകൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. വാഹനങ്ങളിൽ മറ്റും വാഹനങ്ങളൊക്കെ അവിടെ ബ്ലോക്കായ ഒരു അവസ്ഥയിൽ കൂടിയാണ്. അപ്പോൾ വനപാലകർ പറയുന്നുണ്ട് ജനങ്ങൾ കൂടുതൽ സുരക്ഷ പാലിക്കണം, ദൂരേക്ക് മാറി നിൽക്കണമെന്നുള്ള അറിയിപ്പ് കൂടി കൊടുക്കുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ ഇതിനെ വലയിലായിരിക്കും ഇതിനെ കിണറിന് മുകളിലേക്ക് എത്തിക്കുക. ഏകദേശം 7 അടിയോളം ആഴമുള്ള കിണർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ വനപാലകർ വളരെ സൂക്ഷ്മതയോട് കൂടിയാണ് ഈ ഒരു സിറ്റുവേഷൻ അവർ ഹാൻഡിൽ ചെയ്യുന്നത്. ഏതായാലും വനപാലകർ അതിൻ്റെ പ്രാഥമിക നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പരിക്കൊന്നുമില്ലാതെ കടുവയെ പുറത്തെത്തിക്കുക എന്നൊരു ലക്ഷ്യം കൂടിയാണ് വനപാലകർക്കുള്ളത്. അരുൺ.
താങ്ക് യു. ഇപ്പോൾ പ്രവീണാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ആ സമയമാകുമ്പോഴേക്കും ഇതിലും കിണർ കുറച്ച് വറ്റിക്കേണ്ടി വരും, കുറച്ച് സമയമെടുക്കും, ക്ഷമ വേണം. വെള്ളമൊക്കെ വറ്റിച്ച് കഴിഞ്ഞ് അതിന് മയക്കുവെടി വെച്ച് ഡാർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ കടുവയെ പുറത്തെത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഏകദേശം ഒരു 7-8 വയസ്സുള്ള കടുവയാണ് എന്നുള്ളതാണ് നിഗമനം. അത്യാവശ്യം വെള്ളത്തിന് ആഴവുമുണ്ട്. അതുകൊണ്ട് കിണറ്റിലെ വെള്ളം വറ്റിച്ചതിന് ശേഷം മയക്കുവെടി വെച്ച് പുറത്തെത്തിക്കാനായിരിക്കും ശ്രമം നടത്തുക.